വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനി അങ്ങ് ശാരദാമ്മ കൊണ്ടുപോയ ശേഷം വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് വീട്ടിനകത്തേക്ക് മുകളിലെ ബാൽക്കണിയിലേക്ക് കയറി പോകുന്നുണ്ട്. പിള്ളയെന്ന് വിളിക്കുമ്പോൾ രാഘവനാരിയും കൊണ്ട് പിള്ള അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് കാർത്തികയും അങ്ങ് പോകുന്നുണ്ട്. സത്യഭാമ അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. അതിനുശേഷം കമലിനും ശ്യാമയും കൂടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആശാൻ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ എന്നും പറഞ്ഞ് കമലൻ ചെല്ലുകയാണ്. അന്നേരം എന്താടാൻ ചോദിക്കുമ്പോൾ എന്താണെന്നോ താഴെ നടന്നതിന് മുഴുവൻ ആശാൻ സമാധാനം പറഞ്ഞേ മതിയാവും എന്ന് പറയുമ്പോൾ എടാന്നൊക്കെ പറഞ്ഞ് ഈ വിഷ്ണു ആണെങ്കിൽ കമലിൻ്റെ അടുത്തേക്ക് ആശ്വാസം എന്നപോലെയൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ കമലിനങ്ങ് ചാടി കടിക്കാൻ നിൽക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ആശാനെ അറിയാം. ഞാൻ ആശാനിൽ നിന്നാണ് വിളിച്ചതെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനമാണ് തന്നിട്ടുള്ളത്. ആശാൻ എന്നെ ഒരുപാട് തല്ലിയിട്ടൊക്കെ ഉണ്ട്. ചേച്ചിയും അമ്മയും ഒക്കെ ആയിട്ട് ഞാൻ വഴക്ക് കൂടിയിട്ടുണ്ട്. എൻ്റെ ആശാനല്ലേ എന്നെ തല്ലിയതെന്നൊക്കെ അതിൻ്റെ ഒരു അധികാരവും അവകാശവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഏതാണ് ആശാനെ ആ പെണ്ണ്? ആശാൻ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആ കാർത്തിക അത് ഏതാണ്? ആശാൻ ഒരിക്കലും ഏട്ടത്തിയമ്മയെ മറക്കാനായിട്ട് കഴിയില്ല. അന്ന് മാർക്കറ്റിൽ വെച്ചല്ലേ ആശാനെ ആദ്യമായിട്ട് ഏട്ടത്തിയമ്മയെ കണ്ടത്. ആശാനെ പോലെ എനിക്കും അത് ഓർമ്മയുണ്ട്. അന്ന് മുതൽ ഇപ്പോൾ ഈ കുറച്ച് നിമിഷം മുന്നേ വരെ ആശാൻ്റെ മനസ്സിൽ ഏട്ടത്തിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലേക്ക് ഈ കാർത്തിക എപ്പോഴാണ് കയറി വന്നത്? ആശാൻ പറഞ്ഞിട്ടില്ലേ, സ്നേഹിക്കുന്നവർ തമ്മിൽ അടുത്ത് വരുമ്പോൾ നെഞ്ചിലൊരു തുടിപ്പൊക്കെ ഉണ്ടാകും, പരസ്പരം അറിയാമെന്നൊക്കെ. ആ തുടിപ്പൊക്കെ ഇപ്പോൾ എവിടെ പോയി ആശാനെ എന്നും പറഞ്ഞിട്ട് സത്യഭാമ 6 വർഷമായിട്ട് ആശാനെ വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടത്തിയമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിലും ഭേദം മരിക്കുന്നതാണ് എന്നൊക്കെയല്ലേ ആശാൻ പറഞ്ഞിട്ടുള്ളത്. എന്തിനിപ്പോൾ മധുശ്രീയായിട്ട് ഒരു വിവാഹം ഉറപ്പിച്ചപ്പോൾ വരെ ആശാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നോക്കിയത്. എന്നിട്ടിപ്പോൾ കഥയില്ലാത്ത ഈ സംഭവം ഈ കാർത്തിക ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നും പറഞ്ഞ് കമലിനങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അന്നേരം എടാ കമല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ തോളി പിടിക്കുക അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ആശാൻ നീ ഒന്നും പറയണ്ടെന്നും പറഞ്ഞ് കമലിനങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. കരയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം ഷർട്ട് തന്നെ പിടിച്ച് കമലൻ കണ്ണീരൊക്കെ എങ്ങ് തുടക്കുകയാണ്. ആ ദേഷ്യം മുഴുവൻ വിഷ്ണുവിനോടങ്ങ് കാണിക്കുകയാണ്. തുടർന്ന് ശ്യാമയും ചോദിക്കുന്നുണ്ട്, വിഷ്ണുവേട്ടൻ എങ്ങനെ മനസ്സ് വന്ന് എൻ്റെ കുഞ്ഞേച്ചിയെ ചതിക്കാനായിട്ട് ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ ജീവശ്വാസം വരെ നഷ്ടപ്പെട്ടു, പ്രാണവായു വരെ മാറിപ്പോയി എന്നൊക്കെയാണ് കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത്. വിഷ്ണുവേട്ടൻ എന്നൊരു മന്ത്രം ജപിച്ചുകൊണ്ടല്ലേ ഇത്രയും കാലം കുഞ്ഞേച്ചി ജീവിച്ചത്. കല്യാണത്തിന് ശേഷം കളക്ടർ ആയതിന് മുന്നേയും അതിന് ശേഷവും എന്തുമാത്രം നല്ല കാര്യങ്ങളാണ് കുഞ്ഞേച്ചി വീട്ടിന് വേണ്ടിയും സത്യാമ്മയ്ക്ക് വേണ്ടിയും വിഷ്ണുവേട്ടന് വേണ്ടിയും ഒക്കെ ചെയ്തു തന്നത്. എത്ര പെട്ടെന്ന് അതൊക്കെ മറന്ന് കളയാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും അങ്ങ് വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ പറയണമെന്നുണ്ട്, പക്ഷേ വിഷ്ണുവിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. തുടർന്ന് കമലിൻ്റെയും ശ്യാമയുടെയും തുടരെയുള്ള ചോദ്യങ്ങളാവുമ്പോൾ അവസാനം പറയുകയാണ്, എടാ അങ്ങനെയൊന്നുമല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നിങ്ങനെ വിഷ്ണു അങ്ങ് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ്. അന്നേരം ചതിച്ചിട്ടില്ലെന്നോ, മറ്റൊരു പെണ്ണിനെ താലിയും കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു, അതിനെ സത്യാമ്മ അംഗീകരിക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ ചതിച്ചിട്ടില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് എടാ അങ്ങനെയല്ല, ഞാൻ നിങ്ങളോടെല്ലാം പറയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് കാർത്തിക അവിടെ വന്ന് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാ എന്നിങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു നോക്കുമ്പോൾ ഇങ്ങനെ പറയരുത് എന്നിങ്ങനെ മുഖം കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. തുടർന്ന് ശ്യാമയെ താഴെ സത്യാമ്മ വിളിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഓ എന്നിങ്ങനെ ശ്യാമയാക്കുകയാണ്. പെട്ടെന്ന് ചെല്ലാനാണ് പറഞ്ഞത് എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ശ്യാമ അങ്ങ് പോവുകയാണ്. തുടർന്ന് കമലൻ ചോദിക്കുന്നുണ്ട്, അല്ല ആശാൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ ആശാൻ എന്താണെന്നും പറഞ്ഞ് കമലൻ നിൽക്കുകയാണ്. തുടർന്ന് കാർത്തിക അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കമലൻ എന്നല്ലേ ഇയാളുടെ പേര്, വിഷ്ണുവേട്ടൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേയൊന്നും പറയുകയാണ് കമലൻ. പക്ഷെ ദേഷ്യത്തിലാണ്. കമലൻ ദേഷ്യവും കടിച്ചു പിടിക്കുകയാണ്. തുടർന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, അല്പം പ്രൈവസി കിട്ടിയിരുന്നെങ്കിലെന്ന് പറയുമ്പോൾ കമലിന് ദേഷ്യവും ഇരച്ച് കയറുകയാണ്. കൈയൊക്കെ ചൂട്ടി പിടിക്കുന്നുണ്ട്, പല്ലൊക്കെ കടിച്ചു പിടിക്കുകയാണ്. പക്ഷെ വിഷ്ണു അങ്ങ് വല്ലാതായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഓ ഞാൻ പൊയ്ക്കോളാം, ഞാൻ പോണം ആശാനെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി കമലിനും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് വിഷ്ണുവേട്ടാന്ന് ഇങ്ങനെ കാർത്തിക വിളിക്കുമ്പോൾ അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഒക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിയേ മതിയാകൂ. എങ്കിൽ അതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഈ വേഷമൊക്കെ കെട്ടിയത്. ശാലിനി അവിടെ താഴെ വന്ന് നിന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോഴും തലയിറങ്ങി വീണപ്പോഴും ഒക്കെ ഒരു കൈ നീട്ടാനായിട്ട് വിഷ്ണുവേട്ടൻ കുറേ ആഗ്രഹിച്ചതല്ലേ. അത്രത്തോളം വേദനയൊന്നും ഇതിനില്ലല്ലോ, കുറേ നാൾ കൂടി ഈ വേഷം കെട്ടൽ സഹിച്ചേ മതിയാകൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് എന്നാലല്ലേ വിഷ്ണുവേട്ടനെ മനസ്സാവരിച്ച പെണ്ണാണ് ശാലിനി എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ സത്യങ്ങളൊക്കെ പിടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ ശേഷം ആ വഴിയിലേക്ക് എത്തിയിട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വിഷ്ണുവേട്ടന് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ തടയില്ല. പക്ഷേ ഞാനാണെങ്കിൽ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും, ഞാൻ എന്നും അവിടെ ഉണ്ടാകും. പക്ഷേ പാറക്കെട്ടിന് മുകളിലല്ല, താഴ്വരയിൽ എന്നെ കാണാനോ സംസാരിക്കാനോ നോക്കാനോ ഒന്നിനും വന്നേക്കരുത്
ഞാനത് തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാർത്തിയും അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അത്രയും നേരം അവിടെ അരങ്ങേറിയ സംഭവങ്ങളും ഇതും കൂടി ആയപ്പോൾ വിഷ്ണുവിന് ആകെ അങ്ങ് സങ്കടമൊക്കെയാണ്. ശാലിനി വന്ന് നിന്നപ്പോഴും ശാലിനിയുടെ സങ്കടങ്ങളും ഒക്കെ വിഷ്ണു ഇങ്ങനെ മനസ്സിലൂടെ ഓർക്കുന്നുണ്ട്. അതിന് മുന്നേ ശ്യാമ പോകുന്നതിന് മുന്നേ ഒക്കെ ചോദിക്കുന്നുണ്ട്, കുഞ്ഞേച്ചിയാണെങ്കിൽ വിഷ്ണുവിനോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഓടി വന്നത്, എന്നിട്ട് വിഷ്ണുവേട്ടൻ എന്തിനായി ചതി ചെയ്തെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ കമലനും ചോദിക്കുന്നുണ്ട്, ആശാനാണെങ്കിൽ ഏട്ടത്തിയമ്മയെ തിരഞ്ഞു നടന്നപ്പോഴും അവസാനം കണ്ടുമുട്ടിയപ്പോഴുമൊക്കെ പിന്നെ കൂടെ കൂട്ടണമെന്നല്ലായിരുന്നു ആഗ്രഹം, പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേന്നും പറഞ്ഞ് കമലിനുമൊക്കെ പൊട്ടിത്തെറിയും. ഈ സംഭവങ്ങളെല്ലാം കൂടി ആകുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അങ്ങ് വിഷമിക്കുകയാണ്, സങ്കടമൊക്കെ കടിച്ചമർത്തി കണ്ണടച്ച് നിൽക്കുകയാണ് ഒരു വിഷ്ണു അവിടെ. എന്ന് വെച്ചാൽ സത്യം കണ്ടുപിടിക്കാനായിട്ട് ഈ നാടകം കുറച്ചുകൂടി അരങ്ങേറിയേ മതിയാവുന്ന വിഷ്ണുവിന് നല്ല ബോധ്യമുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ മുകളിലെ ബാൽക്കണിയിലൂടെ ആ താഴേക്ക് മുറ്റത്തേക്ക് നോക്കി വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് സത്യയാണെങ്കിൽ സത്യയിലെ പപ്പിയാണെങ്കിൽ കാറിൽ സ്കൂളിൽ നിന്നും വന്നിറങ്ങുകയാണ്. അതേസമയം രാഘവൻ നായർ ഹാളിൽ സത്യ ഈ വീട്ടിലെ കുട്ടിയാണെന്നൊക്കെ ശാലിനി പറഞ്ഞതിങ്ങനെ ഓർത്തിരിക്കുമ്പോൾ, എന്താ എന്നെ ആരും സ്കൂളിൽ വിളിക്കാൻ വരാതിരുന്നത്, വിഷ്ണുവച്ചൻ എന്നും വരാറുള്ളതാണല്ലോ, ഇവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് പപ്പി ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഒന്നും മിണ്ടുന്നില്ല, പിന്നെ മുകളിലേക്ക് നോക്കുകയാണ്. അന്നേരം ചോദിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് വേഗം അവിടെ സെറ്റിയിലേക്ക് എറിഞ്ഞിട്ട് ഈ കുട്ടി മുകളിലേക്ക് ഓടി കയറി പോവുകയാണ്. അന്നേരം ഈ കുഞ്ഞ് എങ്ങനെ താങ്ങുമോ എന്തോ എന്നും പറഞ്ഞ് രാഘവൻ നായർ വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ ഈ കാർത്തിക് അവിടെ നിന്ന് തുണി എന്തോ മടക്കി വെക്കുന്ന കാണുകയാണ്. അന്നേരം വിഷ്ണുച്ചാന്നും പറഞ്ഞ് ഓടി വിളിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം കാർത്തികെ കാണുമ്പോൾ ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കാർത്തിക് ഇങ്ങനെ മിണ്ടാൻ നിൽക്കുമ്പോൾ പപ്പി ഓർമ്മിക്കുകയാണ്, ചേച്ചിയമ്മ വരുമെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. അന്നേരം ചേച്ചിയമ്മയാണെന്നാണ് ഈ പപ്പി ആദ്യം കരുതുന്നത്. ഓ, എനിക്ക് മനസ്സിലായി ചേച്ചിയമ്മയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം കാർത്തിക് മിണ്ടുന്നില്ല. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്ന് മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം വിഷ്ണുവച്ചൻ എന്താ എന്നോട് പറയാതിരുന്നത്, ചേച്ചിയമ്മ വന്നു എന്ന്, ഇനി അടുത്തേക്ക് വന്നേന്നും പറഞ്ഞിട്ട് കാർത്തികയെ അടുത്തേക്ക് വിഷ്ണുവിനെ ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് തോളൊക്കെ ഇടിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ കാർത്തികയുടെ തോളുമായിട്ട്. പക്ഷേ വിഷ്ണു ആകെ ഒരു ചമ്മലിലാണ്. ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് എന്താ മോളെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ, അല്ല രണ്ടുപേരും മാച്ചാണോ എന്ന് ഞാൻ നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല മാച്ചൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. തുടർന്നും ചോദിക്കുകയാണ്, എന്താ രണ്ടുപേരുടെയും മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്ന് പറഞ്ഞ് ഈ കുട്ടിയാണെങ്കിൽ അങ്ങ് വാതോരാതെ സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും മിണ്ടാൻ നിൽക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ പപ്പിക്ക് മുഖം കൊടുക്കാതെ അങ്ങ് വാതിലിൻ്റെ അവിടേക്ക് തന്നെ നിന്ന് അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. കാർത്തിക ഈ കുട്ടി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. ചേച്ചിയമ്മ അന്വേഷിച്ച് എല്ലാവരും എന്തുമാത്രം കാത്തിരുന്നെന്നറിയാമോ, പൊന്നിയും പൊന്നിയാൻ്റിയും ചേട്ടനും പിന്നെ മുത്തശ്ശനും എല്ലാവരും അമ്മയും വിഷ്ണുവച്ചനും ഒക്കെ ഒരുപാട് കാത്തിരുന്നു. സത്യാമ്മയ്ക്കല്ലായിരുന്നോ ഇഷ്ടമല്ലായിരുന്നത്, ഇപ്പോൾ പിണക്കമൊക്കെ മാറിയല്ലോ. ചേച്ചിയമ്മയുടെ പടം വരയ്ക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി, ഒരു ദുഷ്ടനായ പോലീസുകാരൻ പടം കീറിക്കളഞ്ഞു. പിന്നീട് ഞങ്ങൾ മീൻപാറ വരെ പോയി, കാട്ടിലകപ്പെട്ടു. സ്കൂളിൽ നിന്നും പോയതിന് ഒരുപാട് ടീച്ചർമാർ വഴക്ക് പറഞ്ഞു. സത്യയ്ക്കാണ് കൂടുതൽ വഴക്ക് കിട്ടിയത് എന്നൊക്കെ ഈ കുട്ടി അങ്ങ് വാതോരാതെ സംസാരിക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, എന്നാലും ചേച്ചിയമ്മ വന്നല്ലോ, ചേച്ചിയമ്മ സുന്ദരിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ കാർത്തിക് അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് ചിരിക്കുമ്പോഴാണ് കൂടുതൽ സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുനിഞ്ഞേന്ന് പറയുകയാണ്. അന്നേരം എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഒന്ന് കുനിഞ്ഞേന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തിക് ഇങ്ങനെ കുനിയുമ്പോൾ കവിളിലേക്ക് പപ്പി ഒരു മുത്തം കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു അങ്ങ് സങ്കടം വരികയാണ്. തുടർന്ന് ഇനി പപ്പിമോക്ക് ചേച്ചിയമ്മ ഒരു മുത്തം തന്നേ എന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തിക മടിച്ച് നിൽക്കുമ്പോൾ തന്നേ എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തികയാണെങ്കിൽ പപ്പിക്ക് ഇങ്ങനെ മുത്തം കൊടുക്കാനായിട്ട് കുനിയുമ്പോഴാണ് ശ്യാമ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. പപ്പി എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ശ്യാമ വിളിക്കുകയാണ്. നിനക്കെന്താടി ഇവിടെ കാര്യം എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ അമ്മേതേ ചേച്ചിയമ്മ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്യാമയെ. ശ്യാമ ഇങ്ങോട്ട് റൂമിനകത്തേക്ക് വന്നിട്ട്, ആരുടെ ചേച്ചിയമ്മ, നിന്നെ ഈ റൂമിൻ്റെ പരിസരത്തോ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപോയാലും തുടയിലെ തൊലി ഞാൻ പൊളിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്, ചേച്ചിയമ്മയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം ആര് പറഞ്ഞു ഇത് ചേച്ചിയമ്മയാണെന്ന്, ചേച്ചിയമ്മയുടെ വാക്ക് ഉച്ചരിക്കാൻ പോലും ഇവർക്കാർക്ക് യോഗ്യതയില്ല, ഇത് വേറെ ഏതോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്ന് മാറിയ റൂമിൻ്റെ വാതിൽക്കലേക്ക് പോകുന്നുണ്ട്. ശ്യാമ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയാതെ. പക്ഷെ കാർത്തിക് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അമ്മ ചേച്ചിയമ്മ വഴക്ക് പറയണ്ട, ഇതല്ലേ ചേച്ചിയമ്മ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് നിൻ്റെ ചേച്ചിയമ്മയൊന്നും അല്ല എന്ന് പറയുമ്പോൾ കാർത്തിക് പറയുകയാണ് കുഞ്ഞറിയാതെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ തോളിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുന്നുണ്ട്. അന്നേരം ഏത് തമ്പുരാട്ടിയാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ തൊട്ടാലുണ്ടല്ലോ ആ കൈ ഞാൻ വെട്ടും എന്നിങ്ങനെ ശ്യാമ ദേഷ്യത്തോടു കൂടി കൈ ചൂണ്ടി സംസാരിക്കുകയാണ്. അന്നേരം കാർത്തികയ്ക്ക് ഒരക്ഷരം സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. വിഷ്ണു ഇതും ദയനീയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം ഇത് ചേച്ചിയമ്മയൊന്നുമല്ല, ഇത് വേറെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ശ്യാമ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണുവിനെ വാതിൽക്കൽ നിൽക്കുകയാണല്ലോ. അന്നേരം വിഷ്ണു അച്ഛനോട് ഞാനിനി കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ട് വെട്ടി എന്ന് പറഞ്ഞിട്ട് ശ്യാമയോടൊപ്പം ഈ കുട്ടി അങ്ങ് പോവുകയാണ്.
തുടർന്ന് കാർത്തിക ചോദിക്കുകയാണ് വിഷ്ണുവേട്ടനെ ആ കുട്ടിക്ക് വലിയ ഇഷ്ടമാണല്ലേ എന്ന്. അന്നേരം അതേന്ന് പറയുമ്പോൾ അപ്പോൾ ഈ സത്യ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഇവർ രണ്ടുപേരും കൂടിയാണോ ചേച്ചിയമ്മ അന്വേഷിച്ച് നടന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ, അതൊക്കെ ഞാൻ ഇപ്പോഴാ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ, ഈ നൂലാമാലകളൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കണ്ടേ, എത്രയും പെട്ടെന്ന് ഈ കുരുക്കൊക്കെ അഴിക്കണം, കൂടെ ഞാനുണ്ട്, ചേച്ചിയമ്മ തിരിച്ചു വരുമ്പോൾ പപ്പിയുടെ സ്നേഹം 10 മടങ്ങായിട്ട് വർദ്ധിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ നഷ്ടങ്ങളുടെ കണക്കൊന്നും എടുക്കാറില്ല കാർത്തികയെ, അത് എടുത്താലും എൻ്റെ തട്ട് താണേ ഇരിക്കൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴെ ഇരിക്കുന്ന രാഘവൻ നായരെ നോക്കിയിട്ട് വിഷ്ണു അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്